പത്തനംതിട്ടയിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നടത്തിയ ഓഫ് റോഡ് വാഹനത്തിന് പിഴ ചുമത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ ഒടുവിൽ അടിയന്തര നടപടി. ആറന്മുളയിലെ ദുരിതാശ്വാസ മേഖലയിലേക്ക് സേവനത്തിനിറങ്ങിയ വാഹനത്തിന് പിഴയിട്ട അടൂർ MVD സ്ക്വാഡ് ഉദ്യോഗസ്ഥൻ ലൈജുവിനെ സസ്പെൻഡ് ചെയ്തു. ആറന്മുള MLA അബിൻ വർക്കി ഗതാഗത മന്ത്രിയോട് ഉന്നയിച്ച കടുത്ത പരാതിയെ തുടർന്നാണ് സർവീസിൽ നിന്നുള്ള സസ്പെൻഷൻ. പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനായി മെഴുവേലി സ്വദേശിയായ ഉടമ തന്റെ ഓഫ് റോഡ് ജീപ്പ് ആറന്മുളയിലെ പ്രളയബാധിത മേഖലയിലേക്ക് എത്തിച്ചു. പ്രളയജലം നിറഞ്ഞ ദുഷ്കരമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ പ്രത്യേക ശേഷിയുള്ള ഈ വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചു വരുത്തി രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ രക്ഷാദൌത്യത്തിനായി ഓടിയെത്തിയ ഈ വാഹനത്തെ തടഞ്ഞു നിർത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ജീപ്പിന് മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആഡംബര ലൈറ്റുകൾ ചൂണ്ടിക്കാട്ടി 5200 രൂപയുടെ കനത്ത പിഴ ഈടാക്കുകയായിരുന്നു. ദുരന്തമുഖത്ത് അടിയന്തര സേവനത്തിനെത്തിയ വാഹനത്തിനോട് യാതൊരു ില്ലാതെ MVD സ്ക്വാഡ് സ്വീകരിച്ച ഈ കാർക്കശ്യ നടപടി വലിയ തോതിലുള്ള ജനരോക്ഷത്തിനാണ് വഴിവെച്ചത്. മോട്ടോർ വാഹന വകുപ്പ് നൽകിയ തിടുക്കത്തിലുള്ള വിശദീകരണവും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ ആറന്മുള MLA അബിൻ വർക്കി നടത്തിയ ശക്തമായ ഇടപെടലുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ മറച്ചുവെക്കാൻ MVD ഉദ്യോഗസ്ഥർ ന്യായീകരണവുമായി രംഗത്തെത്തിയിരുന്നു. ആറന്മുളയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് വെച്ചല്ല, മറിച്ച് അടൂരിൽ വെച്ചാണ് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വാദം. ജീപ്പിന് മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന അധിക ആഡംബര ലൈറ്റുകൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് MVD സ്ക്വാഡ് 5200 രൂപ പിഴ ചുമത്തിയത്. എന്നാൽ പ്രളയത്തിൽ കുടുങ്ങിയ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ അടിയന്തരമായി നീങ്ങുകയായിരുന്ന വാഹനത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി പിഴ ഈടാക്കിയ നടപടിയെക്കുറിച്ച് വിവരം ലഭിച്ചതോടെ ആറന്മുള MLA അബിൻ വർക്കി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയായിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനം വൈകാതിരിക്കാൻ MLAയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉടൻ തന്നെ പിഴത്തുക അടച്ചു തീർത്തു. തുടർന്ന് ദുരന്തമുഖത്ത് സന്നദ്ധ പ്രവർത്തകരോട് ഉദ്യോഗസ്ഥർ കാണിച്ച അനുകമ്പയില്ലാത്ത സമീപനം ചൂണ്ടിക്കാട്ടി MLA നേരിട്ട് ഗതാഗത മന്ത്രിയോട് പരാതി നൽകുകയായിരുന്നു. വെള്ളക്കെട്ടിൽ കുടുങ്ങിയ മനുഷ്യരെ രക്ഷിക്കാനെത്തിയ ജീപ്പിന് പിഴയിട്ട സംഭവം പുറത്തു വന്നതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ജനങ്ങൾ പ്രളയക്കെടുതി അനുഭവിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ അങ്ങേയറ്റം അപലപനീയകരമാണെന്ന് ചൂണ്ടിക്കാട്ടി ആറന്മുള MLA അബിൻ വർക്കി നേരിട്ട് ഗതാഗത മന്ത്രിയോട് പരാതിപ്പെട്ടു. MLAയുടെ പരാതിയുടെയും പൊതുജന പ്രതിഷേധത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഷയത്തിൽ അടിയന്തര ഇടപെടലുണ്ടായി. പരിശോധന നടത്തി പിഴ ചുമത്തിയ അടൂർ MVD സ്ക്വാഡിലെ ഉദ്യോഗസ്ഥനായ ലൈജുവിനെ അന്വേഷണ വിധേയനായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങളെ സഹായിക്കാനിറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഇത്തരം നടപടികൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. പ്രളയവും മറ്റു പ്രകൃതി ദുരന്തങ്ങളും നാടിനെ പിടിമുറക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം കാർക്കശ്യ നടപടികൾ വലിയ അമർഷത്തിനാണ് വഴിവെക്കുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കർശന നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായത് ദുരിതാശ്വാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസമാകുന്നുണ്ട്.